നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. ഇന്ന് പവന് 320 രൂപ കൂടി 36,960 രൂപ ആയി മാറി. നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ പിക്ചർ മനസ്സിലാവുകയുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവസാന ഭാഗം മാത്രം കാണുകയോ ചെയ്താൽ ഒരിക്കലും മനസ്സിലാവില്ല കാര്യങ്ങൾ. അതിനനുസരിച്ചാണ് കാര്യങ്ങളുടെ കിടപ്പും. ഇന്ന് സ്വർണ്ണവിലയെക്കുറിച്ച് ഇന്ന് രാവിലെ സ്വർണ്ണവിലയിൽ നേരിയ ഉയർച്ച ഉണ്ടായി. പിന്നീടത് ആ ഉയർച്ച ഉച്ച സമയം ആയപ്പോഴേക്കും ഒരുപാട് വർദ്ധിച്ചു. വൈകുന്നേര സമയവും ഈ വർധനവ് കണ്ടിന്യൂ ചെയ്യാൻ സ്വർണത്തിന് കഴിഞ്ഞു. രാത്രി സമയത്തോട് അടുത്തതോടുകൂടി സ്വർണ്ണവിലയിൽ എതിർദിശയിൽ ചലനങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അത് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിച്ചതിനേക്കാളും താഴ്ഭാഗത്തേക്ക് വരെ പോയി. അതായത് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും ഉയർന്ന നിലയിലായിരുന്നു സ്വർണം ഉണ്ടായിരുന്നത്. ആ ഉയർന്ന നിലയും മറികടന്ന് ന്യൂട്രലും മറികടന്ന് മൈനസ് പോയിൻറ്റുകളിലേക്ക് വരെ സ്വർണം പോയിരുന്നു. പക്ഷേ രാത്രി 9:30 മണിക്കാണ് ഈ വീഡിയോ ഇപ്പോൾ ഇന്ത്യൻ റീൽ ചെയ്യുന്നത്. ആ സമയം ആയപ്പോഴേക്കും സ്വർണ്ണവില വീണ്ടും ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും $3-4 ഒരു ഔൺസ് ഗോൾഡിന് വരുന്ന ലെവലിലേക്ക് വന്നു. പക്ഷേ അത് നമുക്ക് സ്വർണ്ണവില കൂടി എന്ന് അനുമാനിച്ച് പറയാൻ വയ്യ. ഇപ്പോൾ വിലയിൽ മാറ്റം ഇല്ലാത്ത നിലക്കാണ് സ്വർണം ആ അർത്ഥത്തിൽ ചിന്തിച്ചെടുക്കുമ്പോൾ ഉള്ളത്. ഇതിപ്പോൾ നിർണായകമായ 9:30 മണി കഴിഞ്ഞിട്ടും ഇന്ന് സ്വർണ്ണവില ഒരു ദിശയിലേക്ക് ഉയരത്തിലേക്കോ താഴ്ചയിലേക്കോ പോയിട്ട് സ്റ്റേബിളായിട്ട് നിലനിന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉയരുന്ന ഒരു ട്രെൻഡ് കാണിച്ചിട്ടുണ്ടെങ്കിലും സ്വർണം ഉയർന്ന് ഒരുപാട് അങ്ങ് പോയിട്ടില്ല. ഒരു വൈകുന്നേര സമയത്തേക്ക് എത്തിയപ്പോൾ ഒരു കുറച്ചൊക്കെ പോകുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും സ്വർണ്ണവില വീണ്ടും പൊടുന്നനെ താഴുകയായിരുന്നു. 9:30 വരെ ഇന്നത്തെ സ്വർണ്ണവിലയെ അനുമാനിച്ചെടുക്കുമ്പോൾ നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു ചെറിയ പൈസയായിരിക്കും എന്ന് വേണം കരുതാൻ. പക്ഷേ ഇന്ന് അർദ്ധരാത്രിയും നാളെ രാവിലെയും നിർണായകമാണ്. ആ ഒരു സമയത്ത് മറ്റെന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൂടെയോ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ പുതിയ വീഡിയോ ചെയ്തിട്ടോ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള അപ്ഡേറ്റുകൾ എഡിറ്റ് ചെയ്തത് ഉണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും വായിച്ചു നോക്കണം, അല്ലെങ്കിൽ കമൻറ്റുകൾ നോക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ പിക്ചർ കിട്ടുകയുള്ളൂ. കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ കമൻറ്റുകളിലൂടെയോ ഡിസ്ക്രിപ്ഷനിലൂടെയോ ആയിരിക്കും അത് വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ പറയാനുള്ളത് ഒരിക്കൽ കൂടി പറയാം. നാളത്തെ സ്വർണ്ണവിലയിൽ മാർക്കറ്റ് അനാലിസിസ് 9:30 മണിക്ക് ചെയ്തു നോക്കുമ്പോൾ സ്വർണ്ണവിലയിൽ വള്ളി തെറ്റില്ലാതെ മാറ്റമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതേപോലെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ വിപണികളിലും കേരളത്തിലും എല്ലാം സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവില്ല നാളെ. പക്ഷേ ഇനിയും നിർണായകപരമായ സമയങ്ങൾ കുറേ മുന്നോട്ട് പോകാനുണ്ട്. 12 മണിക്കൂറോളം മുന്നോട്ട് പോകാനുണ്ട്. ഒരു 12 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ 12 മണിക്കൂറിനുള്ളിൽ മറ്റു മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ആ മാറ്റങ്ങൾ നേരിയതാവാൻ സാധ്യത ഉള്ളൂ
പിന്നെ എന്തുകൊണ്ട് ഇന്ത്യൻ റിയൽ ഈ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരു സമയം സ്വർണ്ണവില കുറച്ച് പോയിട്ട് ഉയരത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നിരുന്നു. അതുകൊണ്ട് മാത്രം. അത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ സ്വർണ്ണവിലയിൽ നാളെ വലിയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. ഇനി മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഏതൊരു മാറ്റമായാലും അതൊരു ചെറിയ മാറ്റം ആയിരിക്കുകയും ചെയ്യും. കൂടാനാണ് ഇന്നത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഉള്ളത് ഇതുവരെ. ഇനി ആ ചെറിയ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, പക്ഷേ അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരു നിമിഷം മാത്രമേ ഇന്ന് താഴോട്ട് പോയിട്ടുള്ളൂ. അതും വെറും $1 താഴോട്ടായിരുന്നു പോയത്. പക്ഷെ അത് $4 ഉയർന്നു പൊങ്ങിയ $4 താഴോട്ട് $3 താഴ്ത്തിയിട്ടാണ് അത് പോയത് എന്നുള്ളത് കൊണ്ട് മാത്രം ആണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തത്. പിന്നെ പറയാൻ പറ്റാത്തത് എന്നല്ല, അത് ഒരു തകർച്ച തന്നെയാണെന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും ആ ഒരു ചെറിയ ഇടിവേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് വിദഗ്ധർ ഇറങ്ങിയിട്ടുണ്ട്, എക്സ്പേർട്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഗോൾഡിന് വില ഇല്ലാതെയാവും എന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് രാജ്യത്തിൻ്റെ പുറമേയുള്ള ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവരൊക്കെ കുറിച്ച് ഈ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധരായ ആളുകൾ അവരെക്കുറിച്ചൊക്കെ എപ്പോഴും പറയാറുള്ളത്, അവരൊക്കെ കണ്ണാടയും കോട്ടും ഇട്ട് വരുന്ന വെറും ബുദ്ധിജീവികൾ എന്ന് പേരിട്ടവർ മാത്രമാണ്. അവർ എല്ലാ വർഷങ്ങളിലും ഇതേ കമൻറ്റ്, ഇതേ ഡ്രസ്സ്, ഇതേ ഓഡിയൻസിന് മുമ്പിൽ ഇതേ കാര്യം പറയുന്നു എന്നാണ്. അവർ പറയുന്നതിൽ നിന്നൊന്നും അത്ര വലിയ മുഖവിലയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാങ്ക് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഗൂഢാലോചന, ഒരു കോൺസ്പിറസി അതിൻ്റെ പിറകിലുണ്ട്. ഗോൾഡ് പ്രൈസ് ഇപ്പോൾ പോലും ഉയർന്ന് പൊങ്ങാതെ സൂക്ഷിച്ചു നിൽക്കുന്ന ഒന്ന് ഈ മാനിപ്പുലേഷൻ കാരണമാണെന്നുള്ള ആരോപണം വല്ലാതെയുണ്ട്. അല്ലാതെ ഗോൾഡിൻ്റെ മൂല്യം ഇടിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, സ്വർണം ഒരു കാരണവശാലും അനാവശ്യമായി വിറ്റ് പോവരുത്. അതിൻ്റെ വില വർദ്ധിക്കും, അതൊരിക്കലും തകർന്നു പോവുകയില്ല. വലിയ വലിയ ബാങ്കുകളും അതേപോലെ കോർപ്പറേറ്റ്സ് നിങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യുന്ന നിങ്ങളുടെ പണത്തിൽ നിന്നാണ് വലിയ കോടീശ്വരന്മാർ ഉണ്ടാവുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ ബുദ്ധിപരമായി നിങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ആ പൈസ, ആ ക്യാഷ് ഫ്ലോ ചെയ്യുന്നത് റിച്ച് പീപ്പിൾസിൻ്റെ ഇടയിലേക്കായിരിക്കും. നിങ്ങളിൽ ഓരോ ആളുകളും ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ്, ഈ അബദ്ധം അല്ലെങ്കിൽ ഈ സ്വർണത്തിലുള്ള രഹസ്യം മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇന്ത്യൻ റിയലിൻ്റെ വരവിൻ്റെ ഉദ്ദേശവും അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഡെയിലി സ്വർണ്ണവിലയെക്കുറിച്ച് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമല്ല. പ്രധാന ഉദ്ദേശം ഇതുതന്നെയാണ്. ഗോൾഡ് ഈസ് ദ റിയൽ മണി എന്നുള്ള ആ ഒരു കോട്ട്സ് നിങ്ങൾ അതിൻ്റെ അർത്ഥത്തോടെ എത്തിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ അനാവശ്യമായി സ്വർണം വിൽക്കില്ല. വില കുറയുമ്പോൾ നിങ്ങളത് വാങ്ങിക്കൂട്ടുക മാത്രമേ ചെയ്യൂ. അത് പലർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ തുടക്കത്തിൽ പലർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ഒരു അവസാന സമയങ്ങളിലേക്ക് ഇന്ത്യൻ റിയൽ ഒരുപാട് ഇന്ത്യൻ റിയൽ ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ട് ഒരുപാട് പേർക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ സ്വർണ്ണമില്ലെങ്കിലും ഇനി സ്വർണം ഒരു കാലത്ത് അവരുടെ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാൻ അവർ അത് ശ്രമിക്കും എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുവിധം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് സ്വർണത്തിന് പകരം കയ്യിൽ തരുന്ന കറൻസികൾ വെറും പേപ്പറുകളാണെന്നും ഒരുവിധം ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിന് വാല്യൂ ഇല്ല. കറൻസികൾ ഡോളറാവട്ടെ, ഏത് രൂപയാകട്ടെ, ഏത്
കറൻസി ആകട്ടെ, പ്രിൻറ്റഡ് കറൻസി ആവട്ടെ, അവയെല്ലാം നശിച്ചു കൊണ്ടിരിക്കുകയാണ് പല അർത്ഥങ്ങളിലും. അതിന് ഇൻഫ്ലേഷൻ വന്നിട്ടും മറ്റുള്ള എല്ലാ അർത്ഥത്തിലും അത് തകർന്നു കൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് ക്രാഷിങ് നടക്കില്ല എന്നൊന്നും ഇന്ത്യൻ റിയൽ പറയുന്നില്ല. ബട്ട് പ്രാചീന കാലം മുതൽ ഇന്ന് വരെ വലിയ വലിയ വിദഗ്ധന്മാർ പറയുന്നത് ഡേ ആഫ്റ്റർ ടുഡേ, അല്ലെങ്കിൽ എത്ര കാലത്തേക്കും ഭാവിയിലേക്കും അത് ഉണ്ടാവും എന്നാണ്. കാരണം ഇത്രയും സെഞ്ചുറികൾ കാലം കഴിഞ്ഞിട്ടും ഇതിൻ്റെ വാല്യൂ പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ ഗോൾഡും സിൽവറും ആണ് യഥാർത്ഥ പണം. മറ്റുള്ള പണങ്ങളൊക്കെ ജസ്റ്റ് ഒരു അസംഷനാണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഊഹത്തിൻ്റെ പേരിൽ മാത്രമാണ്. നമ്മുടെ ഡിജിറ്റൽ ഇടപാടുകളായി കഴിഞ്ഞാലും അല്ലെങ്കിൽ പേപ്പറുകളായി കഴിഞ്ഞാലും നമ്മൾ തന്നെ കണ്ടു, ഒരു ദിവസം ഡിമോണിറ്റൈസ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലുള്ള 500-നും 1000-നും വിലയുണ്ടായില്ല. കാരണം എന്താ? പക്ഷേ ഒരു ഗോൾഡിനെ ആർക്കെങ്കിലും ഡിമോണിറ്റൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയില്ല. കാരണം അത് റിയൽ മണിയാണ്. ഗോൾഡിന് ഇന്ന് മുതൽ വിലയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അത് തകരില്ല, അത് നാശമായി കിടക്കില്ല. കാരണം അതാണ് ഒറിജിനൽ പണം. അത് എല്ലാവരും മനസ്സിലാക്കുക. ഈ ഗോൾഡ് കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങുന്നത് വെറും പ്രിൻറ്റഡ് കറൻസിയാണ്. ഗോൾഡ് കൊടുത്ത് നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒരു അസറ്റാക്കി മാറ്റണം. ഗോൾഡിനേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു അസറ്റ്, അല്ലാതെ എന്തെങ്കിലും ലയബിലിറ്റീസ് വലിച്ചു വാരി കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ദാറ്റ് മേക്സ് യു മോർ പുവർ. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലം മുതൽക്കേ ഗോൾഡ് ഇവിടെ നിലനിന്ന് പോരാൻ കാരണം ഇത് സാധാരണ ഒരു ജനങ്ങൾ മാത്രം ഗോൾഡിനെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമല്ല, സാമ്പത്തിക വിദഗ്ധർ ഗോൾഡിൽ എപ്പോഴും അതിനെ ഒരു അസറ്റാക്കി കണ്ടതുകൊണ്ട് അത് കൈക്കലേക്ക് വരുത്താനുള്ള ഓരോ ഇടപാടുകൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കറൻസി തകർന്നും കൊണ്ടിരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആളുകൾക്ക് ഗോൾഡിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് അവരത് കരസ്ഥമാക്കിയത്. ഇതുപോലെ തന്നെയാണ് സിൽവറിനും വരാൻ പോകുന്ന കാലത്ത് സിൽവറിനും ഇങ്ങനെ വലിയൊരു വാല്യൂ വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് റിയലിന് സിൽവറുമായി അത്ര താല്പര്യമില്ല. എങ്കിലും വിദഗ്ധരായ ആളുകൾ പറയുന്നുണ്ട് സിൽവർ ഇന്ത്യൻ റിയലിനും അറിയാം അത് സംഭവിച്ചേക്കാമെന്ന്. പക്ഷേ എന്തോ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒരു ഇതുണ്ടല്ലോ ഓരോ മെറ്റലിനോടുള്ള, അതാണ് ഇന്ത്യൻ റിയലിന് ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഗോൾഡാണ് യഥാർത്ഥത്തിലുള്ള പണം. അത് വിറ്റൊഴിക്കാൻ പാടില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ടതിന് ഒരു കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അത് നിങ്ങൾക്കുള്ള സംശയമായാലും ശരി, നിങ്ങളുടെ എതിർപ്പായിരുന്നാലും ശരി, നിങ്ങളുടെ സപ്പോർട്ടായാലും ശരി, അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എത്ര പേര് അല്ലെങ്കിൽ ആരൊക്കെ അവരുടെ പേര് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, ആരൊക്കെ ഇന്ത്യൻ റിയൽ കാണാറുണ്ടെന്ന്. ഇടയ്ക്ക് ഇന്ത്യൻ റിയൽ ചില അബദ്ധങ്ങൾ വരുത്തുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചില പേരുകളുണ്ട്. അത് അല്ലാത്തവർ മറ്റുള്ള പേരുകളൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു റിച്ച് മൈൻഡ് സെറ്റിൽ നിന്ന് വരുന്ന കാൽക്കുലേഷൻ ആണെന്ന് അറിയാത്തവരും ഉണ്ടാവും. കമൻ്റ് ഇടും. അതിലൊക്കെ വേറെ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. എനിവേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്സ്.